SIT എന്ന് പറയുന്ന തീർന്നു അത് എന്നെല്ലാവർക്കും മനസ്സിലായി. ഇപ്പം എല്ലാവരും വിട്ടു, അതെ, ചർച്ചയേ ആകുന്നില്ല. അയ്യപ്പനെ എല്ലാവരും ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. വാസ്തവത്തിൽ പത്മകുമാറിനെ കൃത്യസമയത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഇറക്കി. പുള്ളി ഇനി അടുത്ത ദേവസ്വം മന്ത്രിയാവോ? ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എത്രയോ നാളുകളായി നമ്മളുടെ നാട്ടിലെ എല്ലാവരുടെയും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല മലയാളികൾ ഉള്ളിടത്തും മാത്രമല്ല, ശബരിമലയെക്കുറിച്ച് അറിയാവുന്ന മുഴുവൻ പേരുടെയും ഒരു പൊതു പ്രശ്നമായി. ഇത്രയും വലിയ ഒരു പ്രശ്നം, വലിയ ഒരു കൊള്ള നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെങ്ങനെ സംഭവിച്ചു, ആരൊക്കെയാണ് ഉത്തരവാദി എന്നറിയാനുള്ള ആകാംക്ഷ ഒരുപക്ഷെ നമ്മളുടെ ഇറാൻ യുദ്ധത്തിൻ്റെ അവസാനം എന്താകുമെന്നോ വരാൻ പോകുന്ന 2020 ആർക്ക് ന്യൂസിലൻഡിന് കിട്ടുമോ ഇന്ത്യക്ക് കിട്ടുമോ എന്നുള്ളതിനേക്കാൾ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിഷയമാണ്. ഇപ്പം അങ്ങനെ ഒരു വിഷയം നേരത്തെ സാർ പറഞ്ഞ പോലെ ആരുടെയെങ്കിലും മനസ്സിൽ ഇപ്പോൾ അത് ഒരു ചർച്ചയാണ്. പരമദയനീയമെന്നല്ലേ പറയാൻ പറ്റൂ. നോക്കൂ, പത്മകുമാർ എന്ന് പറയുന്ന മുൻ MLA, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി അകത്താരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ 2-3 ചെറിയ വ്യക്തികൾ കിടപ്പുണ്ട്. അത് 90 ദിവസം ആവാത്തതുകൊണ്ട് മാത്രമാണ്. 90 ആകുന്ന മുറയ്ക്ക് അവർ ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താ? ഒരു കേസിൽ പ്രതിയായി അറസ്റ്റ് ചെയ്ത് അകത്ത് പോയാൽ പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു 90 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് അങ്ങ് പോയാൽ, വല്ല വിദേശ യാത്രയ്ക്ക് 90 ദിവസം വിസിറ്റ് വിസായി പോകുന്നതാണെങ്കിൽ പോയിട്ട് തിരിച്ചിങ്ങ് വരാം. ആ നിലയിലേക്ക് എത്തി. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചുമ്മാ വ്യക്തിവിരോധം കൊണ്ടൊന്നുമല്ലല്ലോ അറസ്റ്റ് ചെയ്തത്. എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടും ബോധ്യം വന്നിട്ടും ആയിരിക്കുമല്ലോ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്തിട്ട് ആ സമയത്ത് അവർ ജാമ്യത്തിന് പോയപ്പോൾ ജാമ്യം കിട്ടാഞ്ഞ എന്തുകൊണ്ടാണ്? ഇവർ വാദിച്ചതിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ തെളിവുണ്ട്, കുറ്റവാളിയാണെന്ന് കോടതികൾക്ക് ബോധ്യം വന്നതുകൊണ്ടാണല്ലോ റിമാൻഡ് നീട്ടി 90 ദിവസം വരെ പോയേ. ആ റിമാൻഡ് കാലാവധി നീട്ടി 90 ദിവസം വരെ ആയി കഴിയുമ്പോൾ അവർ സ്വമേധയാ കുറ്റവിമുക്തരാകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും വളരെ കൃത്യമായി ആസൂത്രിതമായിട്ടുള്ള ഒരു രക്ഷപ്പെടുത്തലല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആ ദേവസ്വം ബെഞ്ചിനെ കുറിച്ച് നമ്മൾക്കുണ്ടായിരുന്ന ഒരു വലിയ മതിപ്പ്, ജുഡീഷ്യറിയെ കുറിച്ചൊക്കെ ഉള്ള വലിയ ഒരു മതിപ്പ് ഇത്തരം സംഭവങ്ങളിലൂടെ തകർന്നടിയുകയാണ്. ജുഡീഷ്യറിക്കാണ് ഇതിനെ നാണക്കേട്. 90 ദിവസമായിട്ടും കുറ്റപത്രം കൊടുക്കുന്നില്ല. സ്വർണം അവിടെ നിന്നും മോഷണം പോയിട്ടുണ്ടോ എന്നിപ്പോൾ നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും? ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? സാറേ, ഞാൻ അവിടെ ഒരു വിയോജനം പറയുകയാണ്. അതായത് നമുക്ക് കോടതിയെ മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്ന് ജാമ്യം ചോദിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇനി? അതുപോലെ നിങ്ങൾ കൊള്ള നടത്തിയ അന്താരാഷ്ട്ര മാനമുള്ള സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരുടെ മാനങ്ങളിലുള്ള മോഷണം നടത്തിയ നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു, പച്ചയായിട്ട് ചോദിച്ചു. അപ്പോൾ കോടതി എല്ലാം മോശമല്ല, പക്ഷേ ഈ കോടതിക്ക് അതിൻ്റെ ഒരു പരിമിതിയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അസാധാരണമായ സഹനശക്തി ഉണ്ടെന്ന് മാത്രമേ ഞാൻ കോടതിയെ നിയമകാര്യത്തിൽ പണ്ഡിതനൊന്നുമല്ല. പക്ഷേ ഞാൻ സാറിനോടൊരു കാര്യം പറയാം. പണ്ട് പന്തളം കോളേജിലെ ഒരു കൊലപാതകമുണ്ട്. സഖാവ് എന്ന് പറയാൻ പറ്റില്ല, ജി സുധാകരൻ്റെ അനിയനായിട്ടുള്ള ഭുവനേശ്വരൻ അദ്ദേഹമാണ് കൊല്ലപ്പെട്ടത്. അന്നത്തെ SFIയുടെ വലിയ നേതാവായിരുന്നു, SFI നേതാവ്. അദ്ദേഹത്തിനെ അടിച്ച് കൊല്ലുകയായിരുന്നു. ഞാൻ കണ്ടതാണ് ആ കൊലപാതകം അവിടെ നടക്കുമ്പോൾ. അതൊരു സാക്ഷിയായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്നുള്ളതാണ്. ഈ സമരം കാണാൻ പോയി, കാഴ്ച കണ്ട ഇതാ കൊലപാതകം. പിന്നെ പോകുന്നു നിർത്തി. അതിൻ്റെ ട്രോമ ഇപ്പോഴും മാറിയിട്ടില്ല. ആ കേസിനെ സംബന്ധിച്ചുള്ള അന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ UDF ആണ് അധികാരത്തിരിക്കുന്നത്. അവിടെ വന്ന കക്ഷികളെ ചേർക്കുന്നതിൽ ഇതിൻ്റെ പ്രതികളെ ചേർക്കുമല്ലോ. 1-ാം പ്രതി എന്ന് പറയുന്നത് G. അജയൻ, അതായത് ഇറവങ്കര ഗോപാലക്കുറുപ്പിൻ്റെ മകനായിട്ടുള്ള അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പ്രസംഗത്തിൽ എപ്പോഴും യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്ന ആൾ. അദ്ദേഹത്തിനെയാണ് 1-ാം പ്രതി. അദ്ദേഹം AISFൻ്റെ നേതാവാണ്. SFIയോടൊപ്പം നിന്ന ആളിനെ പ്രതിയാക്കിക്കൊണ്ടാണ് ആ പ്രതിപട്ടിക തയ്യാറാക്കിയത്. എന്തിനു വേണ്ടിയായിരുന്നു അറിയാം? KSUക്കാരെ എല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവരെല്ലാം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ചില കുൽസിതങ്ങൾ എപ്പോഴും പോലീസ് കാണിക്കാറുണ്ട് ഗവൺമെൻറ്റിന് വിധേയമായി. അങ്ങനെ ഗവൺമെൻറ്റിന് വിധേയമായിട്ട് ഈ SIT ഉണ്ടാക്കിയ ഒരു ലിസ്റ്റല്ല ഈ പ്രതിപട്ടികയിൽ. കാരണം ഈസി ആയിട്ട് തെളിവില്ലാതെ എല്ലാവരും ഇറങ്ങിപ്പോകാനുള്ള വഴി ഒരുക്കിക്കൊണ്ടോ തെരഞ്ഞെടുപ്പിന് മുമ്പ് പത്മകുമാർ ഇറങ്ങത്തക്ക രീതിയിലുള്ള ഒരു ചിട്ടയല്ലേ അവർ ക്രമീകരിച്ചിരുന്നത്.
അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് രാഷ്ട്രീയമാണ്, ഇതിനകത്ത് ജുഡീഷ്യറി ഉള്ളത് രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് CRML കേസിൽ ഇതല്ലേ നടന്നത്, പിന്നെ അതുപോലെ എക്സാലോജി കേസിൽ ഇതല്ലേ നടന്നത്, അതുപോലെ തന്നെയല്ലേ ലാവ്ലിൻ കേസിൽ ഇത് തന്നെയല്ലേ നടന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ വന്നു കഴിഞ്ഞാൽ ആ ഇടപെടലുകൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് പരിമിതിയുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ഈ ജുഡീഷ്യറി തന്നെ ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായ കാരണം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്തു, അതുകൊണ്ടാണ് ജാമ്യം കൊടുക്കാഞ്ഞത്. പക്ഷെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല. ഇത്രാം തീയതിക്കകം മര്യാദയ്ക്ക് ഏതെങ്കിലും രീതിയിൽ തട്ടിക്കൂട്ടിയെങ്കിലും ഒരു കുറ്റപത്രം കൊടുത്തുകൊള്ളൂ എന്ന് കോടതിക്ക് പറയാനൊക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ജാമ്യം കിട്ടി വരുന്നത്. അങ്ങനെ ജാമ്യം കിട്ടി വരുമ്പോൾ ജനങ്ങൾക്ക് ഈ കോടതിയിലുള്ള വിശ്വാസത്തിന് പാളിച്ച വരുമെന്നുള്ളതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അതേസമയം സുപ്രീം കോടതി പച്ചയായി ദൈവത്തെ പോലും കൊള്ളയടിച്ച നിങ്ങൾ ഇനി അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ച ചോദ്യം കേരളത്തിലെയും അയ്യപ്പ ഭക്തന്മാരും ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് അവിടെ ചോദിച്ചത്. കൃത്യമായ ചോദ്യമാണ്. ഇനി ഇവിടെ വരുന്ന വിഷയം എന്താ? തന്ത്രിയെ ഇതിനകത്ത് ഒരു സമയം കഴിഞ്ഞപ്പോൾ തന്ത്രിയിലേക്ക് പോയി. മന്ത്രിയെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് മന്ത്രിയെ ഒഴിവാക്കി തന്ത്രിയിലേക്ക് പോയത്. ഇനി മന്ത്രിക്ക് മുമ്പ് ഉള്ളവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ളത് ഒരാഴ്ചയ്ക്ക് മുമ്പേ നോട്ടീസ് അടിച്ച് അടുത്ത മാസം ഇത്രാം തീയതി ഇന്നാരെ ചോദ്യം ചെയ്യുമെന്ന് രാജ്യം മുഴുവൻ വിളംബരം ചെയ്തിട്ടാണ് ഇവരെയൊക്കെ. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്നൊക്കെ എത്രയോ നാളിന് മുമ്പേ അങ്ങ് പ്രചരണം നടത്തി. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് മുന്നേ കൂട്ടി ആരെങ്കിലും അറിഞ്ഞോ? ചോദ്യം ചെയ്ത് അദ്ദേഹം പുറത്തും വന്ന് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അതിന് പിന്നാലെയാണ് നേരെ തന്ത്രിയിലേക്ക് പോയത്. ഇവിടെ തന്ത്രിക്ക് ഇതിനകത്ത് എന്താ റോൾ? തന്ത്രിക്ക് ഉള്ള റോൾ എന്താണെന്ന് ചോദിച്ചാൽ കേരള സർക്കാരിന് ഉപദേശം കൊടുക്കുന്ന അഡ്വക്കേറ്റ് ജനറലിനെ പോലെയേ ഉള്ളൂ ശബരിമലയിൽ തന്ത്രി. ഇവിടെ മുഖ്യമന്ത്രിക്ക് നിയമം അറിയാൻ വയ്യ എങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ നിയമോപദേശം കൊടുക്കും. ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആത്മീയ ആചാരപരമായ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ തന്ത്രി അത് പറഞ്ഞു കൊടുക്കും. ആ റോളേ തന്ത്രിക്കുള്ളൂ. ആ തന്ത്രിയാണ് ഞാൻ പറഞ്ഞ നേരത്തെയുള്ള കേസിലെ G. അജയനാണ് ഈ കേസിലെ തന്ത്രി. കാരണം അദ്ദേഹം കുറ്റമുക്തനാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് മറ്റുള്ളവരും കുറ്റമുക്തരായി എല്ലാവരും ജാമ്യം കിട്ടി പോയി. അപ്പോൾ രണ്ട് വിഷയങ്ങളാണ് അവിടെ. ഒന്ന്, ഈ കേസ് തന്നെ മൊത്തത്തിൽ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി തന്ത്രിയെയും കൂടി അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്ത്രിക്ക് എന്താ ഈ കൊള്ളയിൽ കാര്യം എന്നില്ല ചോദിക്കുന്ന ഒരു ചോദ്യം കോടതി പോലും ചോദിച്ച ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി അങ്ങ് കുറയും. രണ്ട്, ഈ തന്ത്രിയോട് വ്യക്തിപരമായി ചില വിരോധമുണ്ട്. ശബരിമലയിൽ സ്ത്രീകളെ എന്നല്ലല്ലോ യുവതികളെ കയറ്റുന്ന വിഷയം വന്നപ്പോൾ 2018 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധി വന്നപ്പോൾ അനുവദനീയമല്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഞാൻ അനുവദിക്കില്ല എന്ന് പറയുകയും നട അടച്ചു പോവുകയും ചെയ്ത ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിച്ച വ്യക്തിയാണ് തന്ത്രി. ആ തന്ത്രിക്കിട്ടൊരു പണി കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. തന്ത്രിയെ വ്യക്തിപരമായി ഈ കേസിൽ ഉൾപ്പെടുത്തി ആ തന്ത്രി വംശത്തെയും ഈ തന്ത്രിയെ വ്യക്തിപരമായിട്ടുമൊക്കെ നാറ്റിക്കാനും കഴിഞ്ഞു. ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ മന്ത്രിയെ രക്ഷപ്പെടുത്തി കേസിന്റെ പ്രയാണം മാറ്റി തന്ത്രിക്ക് ജയിലിൽ കയറിയ കുഴപ്പക്കാരൻ എന്നുള്ള പേരുദോഷവും വരുത്തി അയ്യപ്പന്റെ സ്വർണം പോയതുമായി ബന്ധപ്പെട്ട് ഒരിഞ്ച് മുന്നോട്ട് പോകാതെ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. നമുക്കതൊരു അത്ഭുതം തോന്നുന്നില്ല പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോവളം കൊട്ടാരത്തിന്റെ ഇഷ്യൂ വന്നതൊരു വലിയ പ്രശ്നമായി. അച്യുതാനന്ദനെ ഏറ്റെടുത്ത് പറഞ്ഞപ്പോൾ ഉടനെ ദിലീപിനെ അറസ്റ്റ് ചെയ്തു, ഡൈവേർട്ട് ചെയ്തു. അതുപോലെ സർവേ അത് KSU നേതാവ് കൊണ്ടു കൊടുത്ത കേസിന്റെ പേരിൽ കുടുങ്ങുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വീണ ജോർജിന്റെ കഴുത്തുളുക്കിക്കൊണ്ട് അതിന് ശ്രദ്ധയങ്ങ് തിരിച്ചത്. എന്ന് പറയുന്നത് പോലാണ് ഈ കേസ് മുന്നോട്ട് വന്ന മന്ത്രിയിലേക്ക് വരും പറഞ്ഞപ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. പിണറായി വിജയൻ്റെ തന്ത്രങ്ങളെ നമുക്ക് ആദരിക്കാതിരിക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള തന്ത്രങ്ങൾ വിജയിച്ചു, കോടതി അവിടെ തോറ്റു എന്ന് വേണമെങ്കിൽ നമുക്കവിടെ വിലയിരുത്താൻ കഴിയും. തീർച്ചയായും രാജ്യങ്ങളാണ് എങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അയൽ രാജ്യത്തോട്ട് ഒരു ബോംബ് കൊണ്ടുപോയി ഇട്ടാൽ എല്ലാവരും കൂടെ അങ്ങ് ഒന്നിക്കും, ശ്രദ്ധ മാറ്റാം. ഇതൊരു സംസ്ഥാനമായതുകൊണ്ട് യുദ്ധം ചെയ്തൊന്നും മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ഈ തരത്തിൽ ഡൈവേർട്ട് ചെയ്ത് വിടുവാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും. കാരണം ആളുകളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. പക്ഷേ
സാക്ഷാൽ അയ്യപ്പൻ ഇതിന് കൃത്യമായ മറുപടി കൊടുക്കും. അതിലൊക്കെ ഉപരി 14-ാം തീയതിക്ക് മുമ്പ് യുവതീ പ്രവേശത്തിൽ കേരള സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയൊക്കെ നിലപാട് അവിടെ ഒന്ന് പറയേണ്ടി വരും. മലക്കം പറഞ്ഞല്ലോ, മലക്കം പറഞ്ഞു. എങ്കിലും അത് ദേവസ്വം ബോർഡ് മലക്കം പറഞ്ഞു. ഇനി ഗവൺമെന്റ് എന്ത് നിലപാടെടുക്കുമെന്ന് 14-ാം തീയതി ഇത് കൊടുക്കുമ്പോൾ വരെ അല്ലേ ഉള്ളൂ. കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യുവതീ പ്രവേശം പാടില്ല എന്നുള്ളൊരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ഒരു 500 കേസ് ഒരുപാട് പേരുടെ പേരിൽ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും BJP നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചു. അയ്യപ്പ സംഗമത്തിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം, പിണറായി വിജയൻ അന്നെടുത്ത പാവം, ആ പാവം തീരാൻ വേണ്ടി സംഘടിപ്പിച്ചത്. അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കെല്ലാം അത് വിതരണം ചെയ്യപ്പെടും. ആ പാവം വിതരണം ചെയ്യപ്പെട്ട അദ്ദേഹം ഇപ്പോൾ അതിൽ നിന്ന് അയ്യപ്പൻ്റെ കോപത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിന്നൊന്നും വരാം. ഇതെല്ലാം നമുക്കറിയില്ല. സ്വാമിയേ ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.